ഈ അടുത്ത കാലത്ത് ഞാൻ പാലക്കാടേക്ക് പോകുന്ന സമയത്ത് പോലീസ് വെഹിക്കിളും ഉണ്ടായിരുന്നു. ഇതിനെ ഇടതുവശത്തു കൂടി ഒരു കള്ള് കൊണ്ടുപോകുന്ന വണ്ടി ഓവർടേക്ക് ചെയ്യാൻ ഒരു പ്രാവശ്യം ഓവർടേക്ക് ചെയ്തു. പിന്നെ വീണ്ടും ടോളിലെത്തുമ്പോൾ നമ്മളും സ്ലോ ആയി, അവരും സ്ലോ ആയി. ടോൾ കഴിഞ്ഞ് വീണ്ടും ലെഫ്റ്റിലൂടെ തന്നെ വീണ്ടും ഓവർടേക്ക് ചെയ്യാണ്. പക്ഷേ രാത്രിയായിരുന്നു. പക്ഷേ സ്നേഹപൂർവ്വം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. പിറ്റേ ദിവസം ഈ വണ്ടി കോട്ടയത്ത് വെച്ച് പിടിച്ചു. അപ്പോൾ ഡ്രൈവറെ കൊണ്ടുവന്നു. ഡ്രൈവറെ ലൈസൻസ് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഫോട്ടോ അയച്ചു തരാണ്. സാർ, ഇതാണ് ഡ്രൈവർ. ഞാൻ പറഞ്ഞു ഇതല്ല ഡ്രൈവർ. ഞാൻ വീഡിയോ എടുത്ത ഡ്രൈവർക്ക് താടി ഉണ്ടായിരുന്നു, മറ്റേ ആൾക്ക് താടിയില്ല. അപ്പോൾ എന്താ പറ്റി? അപ്പോൾ ഒറിജിനൽ ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. അല്ല, വീഡിയോ എടുത്ത ആളിന് താടി ഇല്ലായിരുന്നു. കൊണ്ടുവന്ന ആൾ ചെറുപ്പക്കാരനായ താടി വെച്ച ഒരാളാണ്. ഞാൻ പറഞ്ഞു താടിയില്ലാത്ത ആളാണ് വണ്ടി ഓടിച്ച് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആളെ കൊണ്ടുവന്നപ്പോൾ ഇയാളെ മാറ്റി നിർത്തിയിട്ട് വേറൊരാളെ കൊണ്ടുവന്നിട്ട് ആ ലൈസൻസ് റദ്ദാക്കുന്ന അവൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് മറ്റേ ആൾ നാളെയും അദ്ദേഹം പറഞ്ഞ പോലെ ഇതേ ഒഫൻസ് കണ്ടിന്യൂ ചെയ്യും. താങ്കളുടെ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ വീണ്ടും തുടരട്ടെ. ഏതൊക്കെ ഈ ഏറ്റവും വലിയ സാധാരണ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയിൽ, കേരളത്തിലെ ഏറ്റവും വലിയൊരു വെള്ളാന എന്നറിയപ്പെടുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയിൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി ഇനിയും പരിഷ്കരണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് ഇത് വിജയകരമായ രീതിയിനകത്ത് പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റുവാൻ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യം, KSRTC ഡ്രൈവർക്ക് നിയമത്തിൻ്റെ മുമ്പിൽ യാതൊരു പ്രിവിലേജും ഇല്ല. KSRTC ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിച്ചതിന് 6 മാസത്തേക്ക് ലൈസൻസ് റദ്ദാക്കാൻ RTOയ്ക്ക് ആരുടെയും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. പോലീസിന് അക്കാര്യത്തിൽ ആക്ഷൻ എടുക്കാൻ എല്ലാവരും മനസ്സിലാക്കേണ്ട തെറ്റായ ഒരു ധാരണയാണ്. KSRTC ഡ്രൈവർക്ക് ഈ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ യാതൊരു എക്സംഷനും ഇല്ല. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ നടപടിയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടെന്ന് അവർക്കുണ്ട്. അത് മാറ്റാം. അവരുടെ ട്രെയിനിങ് ഇപ്പോൾ ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ട് ഫ്യൂവൽ എഫിഷ്യൻസിയും ട്രാഫിക് പിന്നെ നിയമങ്ങളിലും ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാം, ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങളിപ്പോൾ തുടങ്ങുന്നുണ്ട്. പാർക്കിംഗ് നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണല്ലോ. പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണ് ഞാൻ പിങ്ക് പോലീസുകളുടെ പാർക്കിംഗ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ റോഡിന് നടുക്കൊണ്ടുവന്ന ഒരു വണ്ടി ഇട്ടേക്കണം. അവിടെ പാർക്ക് ചെയ്തിട്ട് പെറ്റടിക്കാനാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്കുള്ള എന്താ നിയമ നടപടികൾ എന്താണെന്ന് അറിയണം. അവർ വണ്ടി മുന്നോട്ടിടുന്നത്, പോലീസ് വണ്ടി മുന്നോട്ടിടുന്നത് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും അവരിടുന്നത്. അത് അവരുടെ ഒരു കാര്യമാണ്. അത് പോലീസിനുള്ള ഒരു ചില പ്രിവിലേജസ് ആണ്. അതിൽ നമ്മൾ അഭിപ്രായം പറയാം. പക്ഷേ ഈ ഡ്രൈവിങ്ങിൻ്റെ ഭാഗമായി പാർക്കിംഗ് ഒരു വിഷയമായി മാറാൻ പോവുകയാണ്. പാർക്കിംഗ് ഇതിനകത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഭാഗമായി മാറാൻ പോവുകയാണ്. എല്ലാ രാജ്യത്തും അങ്ങനെയാണ്. പാർക്കിംഗ് എങ്ങനെ പാർക്ക് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ്. ഞാൻ ഗൾഫിൽ ലൈസൻസ് എടുത്ത ആളാണ്. ഞാൻ ഈ റിവേഴ്സ് പാർക്കിംഗ് ചെയ്യുന്ന അവർ പറയുന്നുണ്ട്. അവിടെ 2 വണ്ടികളുടെ ഇടയിൽ റിവേഴ്സ്, ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് പാർക്ക് ചെയ്യാം റിവേഴ്സ് പാർക്കിംഗ്. അത് ചെയ്ത് കാണിക്കണം. പിന്നെ അങ്ങനെ പോകുമ്പോൾ പറയും ഇവിടെ പാർക്ക് ചെയ്യുമെന്ന് പറയും, സൈഡ് പാർക്കിംഗ്. അവിടെ ആ ബോക്സിൽ കയറ്റി പാർക്ക് ചെയ്യണം. ചില സമയത്ത് ഇവിടെ പാർക്ക് ചെയ്യുന്നവർ അപ്പം നമ്മൾ അവരോട് പറയണം നോ പാർക്കിംഗ് ആണ്, ഇടൂല എന്ന് പറയണം. അല്ല, ഇടാൻ തുനിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ഇറക്കി വിടും. അപ്പം അതുകൊണ്ട് പാർക്കിംഗ് ഇതിൻ്റെ ഭാഗമാകുന്നതോടുകൂടി ഒരു അച്ചടക്കം അക്കാര്യത്തിൽ ഡ്രൈവിങ്ങിനോടൊപ്പം പാർക്കിങ്ങിന് ഒരു അച്ചടക്കം വരും. ഏപ്രിൽ മാസത്തിനുള്ളിൽ മുഴുവൻ പ്രൈവറ്റ് ബസ്സിൻ്റെ ഉള്ളിലും പുറത്തേക്കും വിഷൻ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കാണത്തക്ക രീതിയിൽ, അകത്ത് നടക്കുന്ന സംഭവങ്ങൾ കാണത്തക്ക രീതിയിലും നമ്മൾ ക്യാമറ വെപ്പിക്കും. അത് അവർക്ക് ക്യാമറ വാങ്ങാനും വെക്കാനുമായിട്ട് ഏപ്രിൽ മാസം വരെ സമയം കൊടുത്തു.